വേദവ്യാസനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? വേദവ്യാസന്റെ ജനനത്തെക്കുറിച്ചുള്ള കഥയാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. യമുന നദിയിലെ കടത്തുവഞ്ചി തുഴഞ്ഞിരുന്നത് സത്യവതി എന്നൊരു യുവതിയായിരുന്നു. ഒരിക്കൽ പരാശര മുനി യമുനാ നദി കടക്കുവാനായി സത്യവതിയുടെ കടത്തുവഞ്ചിയിൽ കയറാനിടയായി. സത്യവതി അതീവ സുന്ദരിയായിരുന്നു. അവളെ കണ്ട് മോഹം കൂടിയ പരാശര മുനി അവളെ പ്രാപിക്കുവാൻ ആഗ്രഹിച്ചു. അവളോട് തൻ്റെ ആവശ്യം അദ്ദേഹം പറയുകയും ചെയ്തു. പക്ഷേ സത്യവതി ആ ആവശ്യം നിരാകരിക്കുകയാണ് ഉണ്ടായത്. തൻ്റെ കന്യകാത്വം നശിക്കുമെന്ന് അവൾ ഭയന്നു. പക്ഷെ മുനി അവളോട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ സത്യവതി, നീ ഭയപ്പെടേണ്ടതില്ല. നിനക്കൊരാപത്തും വരാതെ ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളാം. മാത്രവുമല്ല, നിന്റെ കന്യകാത്വം നഷ്ടപ്പെടാതിരിക്കുവാനുള്ള വരവും നിനക്ക് തരാം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശ്വസിച്ച സത്യവതി അദ്ദേഹത്തിൻ്റെ ഇംഗിതത്തിന് വഴങ്ങിക്കൊടുത്തു. യമുനാ നദിയിലെ ഒരു ദ്വീപിൽ വെച്ച് അവർ സംഗമിക്കുകയുണ്ടായി. തന്മൂലം സത്യവതി ഗർഭിണിയായി. മുനിയുടെ തപശക്തിയാൽ സത്യവതി അപ്പോൾ തന്നെ പ്രസവിക്കുകയും അപ്പോൾ തന്നെ കുഞ്ഞ് യുവാവായി തീരുകയും ചെയ്തു. യമുനാ നദിയിലെ ദ്വീപിൽ വെച്ച് ജനിച്ച കുഞ്ഞായതിനാൽ അവനെ ദ്വൈപായനൻ എന്ന് പേരിട്ടു. തൻ്റെ മാതാവ് തന്നെ എപ്പോൾ കാണണമെന്ന് ആഗ്രഹിച്ചാലും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊള്ളാം എന്ന് വാക്കുകൊടുത്തുകൊണ്ട് ദ്വൈപായനൻ തപസ് അനുഷ്ഠിക്കുവാൻ യാത്രയായി. ഈ ദ്വൈപായനനാണ് പിന്നീട് വേദവ്യാസൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. വേദങ്ങളെ നാലായി പകുത്തതും മഹാഭാരതം എന്ന ഇതിഹാസം രചിച്ചതും ഇദ്ദേഹമാണ്. വേദവ്യാസന്റെ ജനനത്തിന്റെ കഥയാണ് ഇന്ന് നമ്മൾ കേട്ടത്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഥകൾ ഇനിയും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.